2020 ലോകകപ്പ് ഫൈനലിൽ ഇന്ത്യക്ക് കൂറ്റൻ സ്കോർ. കിവീസിന് 256 റൺസ് വിജയലക്ഷ്യം. തുടർച്ചയായ മൂന്നാം അർദ്ധ സെഞ്ചുറിയുമായി സഞ്ജു സാംസൺ ഒരിക്കൽ കൂടി തിളങ്ങി. 89 റൺസാണ് സഞ്ജു നേടിയത്. അഭിഷേക് ശർമ്മയും ഇഷാൻ കിഷനും അർദ്ധ സെഞ്ചുറിയും നേടി. വിനേഷ് കുഞ്ഞിരാമനും ആദിൽ പാലോടും ചേരുന്നു. ആദ്യം വിനേഷിലേക്ക്. വിനേഷ് തകർത്തെടിച്ചു സഞ്ജു. 286 റൺസ് എന്ന കൂറ്റൻ സ്കോർ ന്യൂസിലൻഡിനെ കുറിച്ചിരിക്കുന്നു. ഇപ്പോൾ രണ്ടാം വിക്കറ്റും നഷ്ടപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. പോയവർ നമ്മൾ ഭയക്കേണ്ടിയിരുന്നവർ തന്നെയല്ലേ? എന്താണ് വിനേഷ് ഇപ്പോൾ ന്യൂസിലൻഡിന്റെ സ്കോർ ബോർഡിൽ എന്താണ് ട്രെൻഡ്? സ്കോർ ബോർഡ് 32 എത്തിയതേ ഉള്ളൂ അരുൺകുമാർ. രണ്ടാമത്തെ വിക്കറ്റ് നഷ്ടമായിരിക്കുന്നു. ജസ്പ്രീത് ബുംറയുടെ ആദ്യ ഓവറിലെ ആദ്യ പന്തിൽ തന്നെ അപകടകാരിയായ രജിൻ രവീന്ദ്രയുടെ വിക്കറ്റ് കൂടി ഇപ്പോൾ നഷ്ടമായിരിക്കുകയാണ്. രജിൻ രവീന്ദ്ര കൂടി പോയതോടുകൂടി 32-ന് 2 എന്നുള്ള നിലയിൽ പരിങ്ങുകയാണ് ഇപ്പോൾ കിവീസ്. അവരുടെ ഏറ്റവും അപകടകാരിയായിട്ടുള്ള ഫിൻ അലന്റെ വിക്കറ്റാണ് ആദ്യം നഷ്ടമായത്. ആദ്യ ഓവറിൽ തന്നെ അദ്ദേഹം ഒരു അവസരം നൽകിയതാണ്. പന്ത് ഉയർത്തിയടിച്ചപ്പോൾ അത് ശിവൻ ദുബൈക്ക് പക്ഷേ കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ തൊട്ട് പിന്നാലെ തന്നെ അക്സർ പട്ടേലിനെ മൂന്നാമത്തെ ഓവർ എറിയിക്കാനുള്ള ഒരു തീരുമാനം സൂര്യയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു, സൂര്യകുമാർ യാദവിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അത് ഫലം കാണുന്നു. അങ്ങനെ അക്സർ പട്ടേലിന്റെ ആ പന്തിൽ ഫിൻ അലൻ പോകുന്നു. വെറും 9 റൺസ് എടുത്ത് ഫിൻ അലൻ പോകുന്നു. പിന്നാലെ ഇപ്പോഴിതാ രജിൻ രവീന്ദ്ര കൂടി പുറത്തായിരിക്കുകയാണ്. 32-ന് 2 എന്നുള്ള നിലയിലേക്ക് ടീം സ്കോർ എത്തിയിരിക്കുകയാണ്. ഇന്ത്യൻ സ്കോറിന് 224 റൺസ് പിറകിലാണ് ഇപ്പോഴും കിവീസ് എന്നുള്ളതാണ്. ഏതായാലും ആദ്യ പകുതി അതിഗംഭീരമാക്കിയിട്ടുണ്ട് ഇന്ത്യ. രണ്ടാം പകുതിയുടെ തുടക്കവും ഗംഭീരമാക്കിയിട്ടുണ്ട്. ഇനി ആ ഒരു ചടങ്ങുകളങ്ങ് തീർക്കുക, കൃത്യതയോടെ പന്തെറിയുക, നല്ല രീതിയിൽ ഫീൽഡ് ചെയ്യുക. അങ്ങനെ മൂന്നാമത്തെ 2020 ലോകകപ്പ് ഇന്ത്യയുടെ ഷെൽഫിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമാണ് ബാക്കിയുള്ളത്. സഞ്ജുവിനെ കുറിച്ച് പറയാതെ എങ്ങനെ ഈ ഒരു ലൈവ് പൂർത്തിയാകുമെന്ന് അറിയില്ല. കാരണം സഞ്ജുവിന്റെ ഇന്നിംഗ്സ് തുടർച്ചയായ മൂന്നാം ഇന്നിംഗ്സിലും അർദ്ധ സെഞ്ചുറി നേടിക്കൊണ്ട് സഞ്ജു മുന്നിൽ നിന്ന് നയിച്ചപ്പോൾ ഇന്ത്യക്ക് ഒരു കലാശപ്പോരാണ് എന്ന് ഓർക്കുക. നേരത്തെയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് നോക്കൌട്ട് ഘട്ടത്തിലേക്കൊക്കെ പോകുമ്പോൾ സമ്മർദ്ദത്തിലേക്ക് വീഴുന്ന ടീം ഇന്ത്യ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ സമ്മർദ്ദത്തിന്റെ ഒരു കണിക പോലും ഇല്ലാത്ത, ഒരു ലാഞ്ചന പോലും ഇല്ലാത്ത ഇന്ത്യൻ താരങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി ഒറ്റ മനസ്സോടുകൂടി കളിക്കുന്നത് കാണുന്നു. 255 റൺസ് ഒരു ലോകകപ്പ് ഫൈനൽ വേദിയിലാണ് എന്ന് ആലോചിക്കുക. ലോകകപ്പ് ഫൈനൽ വേദിയിൽ 255 റൺസാണ് ഇന്ത്യ സ്കോർ ബോർഡിൽ ചേർത്തത്. 89 റൺസ് 46 പന്തിൽ നിന്ന് 89 റൺസുമായി സഞ്ജു സാംസൺ മുന്നിൽ നിന്ന് നയിച്ചപ്പോൾ നേരത്തെയൊക്കെ കഴിഞ്ഞ ലൈവുകളിലൊക്കെ പറഞ്ഞതുപോലെ അഭിഷേക് ശർമ്മ ഒരുപക്ഷെ ഫൈനലിൽ ഫോമാകാൻ വേണ്ടി നിന്നതാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെ അഭിഷേക് ശർമ്മ 21 പന്തിൽ നിന്ന് 52 റൺസാണ് നേടിയത്. ഇഷാൻ കിഷൻ 25 പന്തിൽ നിന്ന് 54 റൺസും നേടി. അങ്ങനെ ഇന്ത്യൻ സ്കോർ 255-ലേക്ക് എത്തുന്നു. മറുവശത്തെ കിവീസ് ബൗളർമാരെല്ലാവരും തന്നെ നല്ല രീതിയിൽ അടി വാങ്ങുന്നതും കണ്ടു. അങ്ങനെ സഞ്ജുവിന്റെ മൂന്നാം അർദ്ധ സെഞ്ചുറി വന്നപ്പോൾ 24 സിക്സറുകളായി ഈ ടൂർണമെന്റിൽ ഇതിനോടകം സഞ്ജു സാംസണ് 321 റൺസ് 5 ഇന്നിംഗ്സ് മാത്രമാണ് കളിച്ചത് എന്നുള്ള കാര്യം കൂടി ഓർക്കുക. ഏതായാലും ഇതുവരെ എല്ലാം ഗംഭീരമാണ്. 33 റൺസ് 2 വിക്കറ്റ് നഷ്ടത്തിൽ ന്യൂസിലൻഡ് പതറുന്നു. നമുക്കിപ്പം ആദിൽ പാലോട് കൂടി ചേരുന്നു. ആദിൽ പാലോട് സ്വപ്ന തുല്യമായ ഇന്നിംഗ്സ് എന്ന് വേണമെങ്കിൽ പറയാം. തുടക്കത്തിൽ നമ്മൾ ആരും തന്നെ സഞ്ജു സാംസനെ ഇത്രമേൽ കണ്ടിരുന്നില്ല. പിന്നീട് സഞ്ജു കൊടുങ്കാറ്റാവുന്നു. വെസ്റ്റ് ഇൻഡീസിനെതിരെ, ഇംഗ്ലണ്ടിനെതിരെ, ഫൈനൽ ഇതാ ന്യൂസിലൻഡിനെതിരെ. എങ്ങനെയായിരുന്നു ആ മാസ്റ്റർ ബ്രില്യൻ പെർഫോമൻസ് ആദിൽ പാലോട്? അരുൺകുമാർ, സൂപ്പർ സഞ്ജു എന്ന് തന്നെ ഈ രാത്രി നമുക്ക് സഞ്ജുവിനെ വിളിക്കാൻ കഴിയും. സഞ്ജുവിന്റെ സൂപ്പർ ഇന്നിംഗ്സ് ആണ് അഹമ്മദാബാദിൽ കഴിഞ്ഞത്. റെക്കോർഡുകൾ വാരിക്കൂട്ടിയിരിക്കുകയാണ് സഞ്ജു എന്നുള്ളതാണ്. നമ്മുടെ മലയാളി താരം, തിരുവനന്തപുരത്തുകാരൻ, വിഴിഞ്ഞംകാരൻ സഞ്ജു തകർത്തടിക്കുന്നതാണ് ഇപ്പോൾ ലോകം കണ്ടു കഴിഞ്ഞത്. സെമി ഫൈനലിലും ഫൈനലിലും 50 അടിക്കുന്ന മൂന്നാമത്തെ താരമായി സഞ്ജു മാറിയിരിക്കുന്നു. ഈ T20 ഫൈനലിലെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ അത് ഇന്ന് സഞ്ജു നേടിയ 89 റൺസാണ്. അരുൺകുമാർ, ഒരു T20 ലോകകപ്പിലെ ഏറ്റവും കൂടുതൽ സിക്സർ അടിച്ചതും ഇപ്പോൾ സഞ്ജു സാംസൺ 24 സിക്സറാണ് സഞ്ജു സാംസൺ അടിച്ചു കൂട്ടിയത്. ഇന്നത്തെ കളിയിൽ മാത്രം 8 സിക്സ് സഞ്ജു അടിച്ചു എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ സൂപ്പർ സഞ്ജു, സിക്സർ സഞ്ജുവായി മാറുന്നതാണ് നമ്മൾ കാണുന്ന കാഴ്ച. ഒരു ലോകകപ്പിൽ ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന താരവും ഇപ്പോൾ സഞ്ജുവായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ 5 ഇന്നിംഗ്സ് മാത്രമാണ് ഈ ലോകകപ്പിൽ കളിച്ചത് എന്നോർക്കണം. പലരും 8ഉം 9ഉം ഇന്നിംഗ്സ് പൂർത്തിയാക്കിയപ്പോഴാണ് സഞ്ജുവിന്റെ അടുത്ത് തന്നെ ചില താരങ്ങൾ റൺസ് വാരിക്കൂട്ടിയിട്ടുള്ളത്. 321 റൺസാണ് 5 ഇന്നിംഗ്സുകളിൽ നിന്നായി സഞ്ജു കൂട്ടിയത്. മറികടന്നത് വിരാട് കോഹ്ലിയാണ്. കോഹ്ലി മുൻപത്തെ ലോകകപ്പിൽ 319 റൺസ് ഒരു ലോകകപ്പിൽ അടിച്ചിരുന്നു. അത് 5 ഇന്നിംഗ്സ് കൊണ്ട് സഞ്ജു മറികടന്നിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ ലോകകപ്പിലെ റൺവേട്ടക്കാരുടെ ലിസ്റ്റിൽ രണ്ടാമനായിരിക്കുന്നു സഞ്ജു എന്നുള്ളതുകൊണ്ട് ഈ രൂപത്തിൽ റെക്കോർഡുകൾ വാരിക്കൂട്ടി നമ്മൾ പറയുന്നത് പോലെ ഈ രാത്രി സഞ്ജുവിൻ്റെതാണ്, മലയാളികളുടേതാണ്. അരുൺ.